സർ, കേരള സ്റ്റോറിയെ അതിനിശ്ചിതമായി നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് താങ്കൾ ഉൾപ്പെടെയുള്ള പലരും എതിർത്തിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇതാ ഒരു ലവ് ജിഹാദിന്റെ ചർച്ചകൾ നമ്മുടെ സംസ്ഥാനത്ത് സജീവമാവുകയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവൻ എടുത്തു എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ ചർച്ചകൾക്ക് ഈ ഒരു വിഷയം, ഈ ഒരു സംഭവം വലിയ വാതായനങ്ങൾ തുറന്നിടുകയാണ്. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ലവ് ജിഹാദിന്റെ പേരിൽ ഒരു പെൺകുട്ടി മരിച്ചു എന്നുള്ള ഒരു സംഭവത്തെ ന്യായീകരിക്കുന്നതല്ല. അല്ലാത്ത പക്ഷം എന്റെ ഒരു ചോദ്യം, രണ്ട് മതക്കാർ തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച് ജീവിക്കുന്നതിനെ നിങ്ങൾ എന്തിനെ എതിർക്കുന്നു? ഈ ചോദ്യത്തിൽ ഒരു വസ്തുതാപരമായ വിഷയമുണ്ട്. ഞാൻ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമോ ഒരു കാലത്ത് പോലും കേരള സ്റ്റോറിയെ എതിർത്തിട്ടില്ല. കേരള സ്റ്റോറി എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടുള്ള ഒരു ചലച്ചിത്ര ആവിഷ്കാരം തന്നെയാണ്. ആ സിനിമ വ്യാപകമായി പ്രദർശിപ്പിക്കപ്പെടണമെന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ തന്നെ. ചോദ്യം വളരെ കൃത്യമാണ്. ഏത് കാലത്തും ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോടും തിരിച്ചുമൊക്കെ സ്നേഹവും പ്രേമവും ഒക്കെ തോന്നാം. അത് വിവാഹത്തിൽ എത്തിച്ചേരുന്നതിലും യാതൊരു വിധമായ തെറ്റുമില്ല. എത്രയോ ഉദാത്തമായ സ്നേഹങ്ങളും പ്രേമങ്ങളും ലോകത്ത് നടന്നിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് ഏകദേശം 1990-കൾക്ക് ശേഷം കേരളത്തിൽ വന്നിട്ടുള്ള ഒരു സാങ്കേതിക പദമാണ് ലവ് ജിഹാദ് എന്നുള്ളത്. തങ്ങളുടെ മാർഗത്തിലേക്ക് ആൾക്കാരെ കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇതര മതവിഭാഗങ്ങളിലെ, പ്രത്യേകിച്ച് ഹിന്ദു ക്രൈസ്തവ വിഭാഗത്തിലെ പെൺകുട്ടികളെ പ്രേമിക്കുകയും വലയിൽ വീഴ്ത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്തതിനു ശേഷം അവരെ നിർബന്ധിച്ച് തങ്ങളുടെ മതത്തിലേക്ക് കൊണ്ടുപോവുകയും വീണ്ടും അവരെ പലതരത്തിലുള്ള അധാർമികമായിട്ടുള്ള പ്രവർത്തികൾക്ക് വേണ്ടി, രാഷ്ട്രവിരുദ്ധ പ്രവർത്തികൾക്ക് വേണ്ടി, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ധാരാളം തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും ഒക്കെ കൊണ്ടുപോയിപ്പെട്ട് ചതിക്കപ്പെട്ട് ഭർത്താക്കന്മാരൊക്കെ മരണമടഞ്ഞതിന് ശേഷം ലൈംഗിക അടിമകളായി ഈ തീവ്രവാദികൾക്ക് വഴങ്ങി ജീവിക്കേണ്ടി വരുന്ന ധാരാളം പെൺകുട്ടികളുടെ ചരിത്രമാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത്. ആ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രേമവിവാഹങ്ങളെ ഞങ്ങൾ എതിർക്കുന്നത്. അതുകൊണ്ടാണത് ലവ് ജിഹാദാണ്, അത് തീവ്രവാദ ജിഹാദാണ് എന്ന് വളരെ സ്പഷ്ടമായി പറയാൻ സാധിക്കുന്നത് അക്കാരണത്താലാണ്. തീർച്ചയായും തുടക്കത്തിൽ എനിക്കൊരു പിഴവ് സംഭവിച്ചതാണ്. അത് ഞാനിവിടെ തിരുത്തുകയാണ്. നിങ്ങൾ എപ്പോഴും, അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരീക്ഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ പലപ്പോഴും കേരള സ്റ്റോറിയെ പിന്തുണച്ചിട്ടേ ഉള്ളൂ. ഇന്ത്യയിലുടനീളം അത് പ്രദർശിപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്തിട്ടേ ഉള്ളൂ. എങ്കിൽ പോലും ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് സമ്മതമുണ്ട്, മതം മാറാം, മതം മാറി ഞാൻ ആ മതത്തിലേക്ക് പോയിക്കൊണ്ട് അയാളെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആളെ സ്വീകരിക്കാൻ തയ്യാറാണെന്നൊരു പെൺകുട്ടിയോ ആൺകുട്ടിയോ പറയുന്നിടത്ത് അവരെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശമുള്ളതെന്ന് ചോദിച്ചാൽ? തീർച്ചയായിട്ടും അത് ശരിയാണ്. ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോടും തിരിച്ചുമൊക്കെയുള്ള സ്നേഹവും പ്രേമവും തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ നിരത്തുന്ന ഉദാഹരണങ്ങൾ ഞങ്ങൾ ചോദിച്ചോട്ടെ, കേരളത്തിൽ നടക്കുന്ന എല്ലാ മുസ്ലിം യുവാക്കന്മാരും ഹിന്ദു പെൺകുട്ടികളെ പ്രേമിക്കുന്നു എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പ്രേമിച്ചാൽ തന്നെയും മതം മാറ്റാത്ത ധാരാളം മാതൃകാപരമായ കുടുംബജീവിതങ്ങളും കേരളത്തിലുണ്ട്. പക്ഷേ നമ്മളുടെ മുമ്പിൽ ഒരിക്കൽ നമ്മൾ പറയാറുണ്ട്, മലയാളത്തിലൊരു ചൊല്ല്, ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എപ്പോൾ പച്ചവെള്ളം കണ്ടാൽ പോലും അറയ്ക്കുമെന്നൊരു പ്രയോഗമുണ്ട്. പക്ഷെ കേരള സമൂഹത്തിൽ ഏകദേശം 1990-കൾക്ക് ശേഷം ഇന്നലെ വരെ, ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ, ഇന്നലെ വരെ നടന്നിട്ടുള്ള നിരവധിയായ സംഭവ വികാസങ്ങൾ നിമിത്തമാണ്. അപ്രകാരമുള്ള സംഭവ വികാസങ്ങളിലൊക്കെ തന്നെ വരൻ എന്ന് പറയുന്നത് എപ്പോഴും, അല്ലെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു പ്രത്യേക മതവിഭാഗക്കാരനും വധുസ്ഥാനത്ത് വരുന്നത് ഒരു രണ്ട് പ്രത്യേക മതവിഭാഗങ്ങളിലെ പെൺകുട്ടികളുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്രകാരമുള്ള യാഥാർത്ഥ്യബോധത്തോടുകൂടി കാര്യങ്ങളെ സമീപിച്ച് ആ പെൺകുട്ടികൾക്ക് പിന്നീടുണ്ടാകുന്ന അപകടങ്ങൾ നിമിത്തം ലഭ്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റകൾ അനുസരിച്ച് ഇത് നടക്കുന്നത് വ്യാപകമായ രീതിയിലുള്ള മതപരിവർത്തന ശ്രമങ്ങളും ഹൈന്ദവ ഉന്മൂലന നാശവുമാണ്. കാരണം ഒരു കുടുംബത്തെ നിലനിർത്തുന്നത് ഒരു പെൺകുട്ടി തന്നെയാണ്. ആ പെൺകുട്ടിയാണ് ആ കുടുംബത്തിന്റെ പിന്തുടർച്ചാവകാശികളുടെ ജനനത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത്. അപ്രകാരമുള്ള ഒരു തലമുറയെ ഇല്ലാതാക്കാനും തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി കൊണ്ടുപോയിട്ട് ഇവരെയൊക്കെ ഏതെങ്കിലുമൊക്കെ നാശത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടാനും നടത്തുന്ന ശ്രമങ്ങളെയാണ് ശക്തമായി എതിർക്കുന്നത്. കേരളത്തിൽ 1990-കൾ തൊട്ട് തന്നെ ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ നിയമപരമായ പ്രകാരം ഒരു വാക്കുണ്ടാകണമെന്നില്ല. പക്ഷേ ഒരു കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് KT ശങ്കരൻ എന്നാണെന്ന് തോന്നുന്നു, അദ്ദേഹമാണ് ഒരു ജഡ്ജ്മെന്റിൽ ഏറ്റവും ആദ്യം ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. അതിനുശേഷം കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയൊക്കെ നേതൃത്വത്തിൽ ആ ജഡ്ജിക്കെതിരെ നടത്തിയിട്ടുള്ള കൊലവിളി പ്രസംഗങ്ങളും കൊലവിളി മുദ്രാവാക്യങ്ങളും ഒക്കെ ഇപ്പോഴും രേഖകളിൽ സജീവമായി നിലനിൽക്കുകയാണ്.
ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ തീവ്ര സ്വഭാവമുള്ള സംഘടനകളാണ് ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്നത്. രണ്ട് ഉദാഹരണങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ ഏറ്റവും പ്രിയങ്കരനായ കേരള സമൂഹത്തിൽ ഏറ്റവും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന നേതാവായിരുന്നു ശ്രീ അച്യുതാനന്ദൻ. അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം കണ്ടു കാണുമല്ലോ. അതിന്റെ വീഡിയോ ക്ലിപ്പ് ഇപ്പോഴും ലഭ്യമാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട പെൺകുട്ടികളെ പ്രേമിച്ച് വലവീശി പിടിച്ചുകൊണ്ട് അവരുടെ എണ്ണം കൂട്ടാനും, എന്ന് വെച്ചാൽ ഈ ഇരയാക്കപ്പെടുന്ന വിഭാഗത്തിന്റെ എണ്ണം കുറയ്ക്കാനും, ആരാണോ പ്രേമിക്കാൻ പോകുന്ന അവരുടെ വിഭാഗത്തിലെ എണ്ണം കൂട്ടാനും നടത്തുന്ന ആസൂത്രിതമായ ശ്രമങ്ങളെ പറ്റി കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയായിരുന്ന ആള് കൃത്യമായി പത്രസമ്മേളനം നടത്തി വിളിച്ചു പറയുകയാണ്. TP സെൻകുമാർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ DGP ആയിരുന്ന വ്യക്തിയും കൃത്യമായി ഇത് സംബന്ധിച്ച ഡേറ്റകൾ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. NIA അന്വേഷിച്ചിട്ട് ഹൈക്കോടതികൾ ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള ചില അഫിഡവിറ്റുകളിൽ കൃത്യമായി എണ്ണം പറഞ്ഞിട്ടുണ്ട് എത്ര ലവ് ജിഹാദിന് ഇരയായ പെൺകുട്ടികൾ ഉണ്ട് എന്ന്. ലവ് ജിഹാദിൽ ഇരകളാക്കി പെട്ടതിന് ശേഷം തിരികെ സ്വധർമ്മത്തിലേക്ക് വന്ന പല പെൺകുട്ടികളുടെയും വീഡിയോകൾ ഇന്ന് യൂട്യൂബിൽ ലഭ്യമാണ്. അവരനുഭവിച്ചിട്ടുള്ള പീഡനങ്ങൾ, അവരനുഭവിച്ചിട്ടുള്ള യാതനകൾ, അവരെ എത്രമാത്രം നിർബന്ധിച്ചും എത്രമാത്രമാണ് അവരുടെ മസ്തിഷ്കത്തിനെ മാറ്റിമറിച്ചുകൊണ്ട് ഈ ലവ് ജിഹാദിൽ കൂടി ഇസ്ലാമികവൽക്കരിച്ചത് എന്നുള്ളതിന്റെ ധാരാളം തെളിവുകളുണ്ട്. അപ്പോൾ ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. യാതൊരു കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. യാതൊരു എതിർപ്പുമില്ല കാര്യം പറയുന്നത്. പക്ഷെ അപ്പോഴും അവിടെ ഉയർന്നു വരുന്ന മറ്റൊരു മറു ചോദ്യമുണ്ട് സാർ. എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ സെൻകുമാർ ഉൾപ്പെടെയുള്ള മറ്റു പലരും പറയുന്നു ഇത്തരത്തിൽ പെൺകുട്ടികളെ മറ്റു മതത്തിലേക്ക് ആകർഷിക്കുന്നതിൽ അല്ലെങ്കിൽ അവരെ മാറ്റുന്നതിൽ ഒരു സംഘടന അല്ലെങ്കിൽ മറ്റൊരു മതം കൃത്യമായ പങ്ക് വഹിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് BJP-യുടെ അല്ലെങ്കിൽ RSSന്റെ അജണ്ടയുടെ ഒരു മുഖമാണെന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കും? കൃത്യമായ ധാർമ്മിക പ്രവർത്തനത്തിന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ പറയുമ്പോൾ അതിനെ എതിർക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇവിടുത്തെ കോൺഗ്രസും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി അവർ ഈ യാഥാർത്ഥ്യത്തെ മനസ്സാലെ അംഗീകരിച്ചാലും അവർ പുറത്തു പറയുകയില്ല. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം കേരള സമൂഹത്തിൽ വളരെ വ്യാപകമാണ് എന്നുള്ളതിന് കേരള ശബ്ദത്തിന്റെ കലാകൗമുദിയുടെ ഒരു ലക്കം ഇറങ്ങിയിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ്. കലാകൗമുദിയിലെ കവർ സ്റ്റോറിയായി കേരളത്തിൽ സജീവമാണ് ലവ് ജിഹാദ് എന്നൊരു വാർത്ത, ഒരു ലേഖനം വന്നപ്പോൾ അത് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ വ്യാപകമായ രീതിയിൽ കേരളത്തിൽ അങ്ങോളമുള്ള ബുക്ക് സ്റ്റാളുകളിൽ നിന്ന് അത് മേടിച്ചു വാങ്ങിച്ച് കത്തിച്ചു കളഞ്ഞൊരു സംഭവമുണ്ട്. സത്യം പറയുന്നവരെ സംഘികളാക്കാനും വിശ്വഹിന്ദുപക്ഷത്താക്കാനും നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്രകാരമുള്ള എതിർപ്പുകൾ അവർ ഉന്നയിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ വളരെ വലിയ VIP-കളായിട്ടുള്ള അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ നിന്നിരുന്നിട്ടുള്ള പല വ്യക്തികളെയും ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം ഞാൻ സൂചിപ്പിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം. കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ച സാഹിത്യകാരി കഥാകൃത്ത്, നോവലിസ്റ്റ്, ഇംഗ്ലീഷ് നോവലിസ്റ്റ് തുടങ്ങി എല്ലാ രീതിയിലും പ്രതിഭ തെളിയിച്ച ഒരു വ്യക്തിയായിരുന്നു കമലാദാസ്. നാലപ്പാട് കുടുംബം എന്ന് പറഞ്ഞ മലബാറിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്ന കമലാദാസ് എപ്രകാരമാണ് കമല സുരയ്യയായി മാറിയതെന്നുള്ളതിന്റെ ചരിത്രങ്ങൾ വളരെ വ്യക്തമായി. അത് കേരളത്തിൽ മാത്രമല്ല എഴുതിപ്പെട്ടുള്ളത്. കാനഡയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഒരു കാനഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മെർലി വീസ്ബേർഡ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥകാരിയുണ്ട്, ഒരു സാഹിത്യകാരിയുണ്ട്. അവർ എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം ഇപ്പോൾ അവൈലബിൾ ആണ്, മേടിക്കാൻ കിട്ടും. ദ ലവ് ക്യൂൻ ഓഫ് മലബാർ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. അതിനകത്ത് എപ്രകാരമാണോ കമലാ സുരയ്യയെ വശീകരിച്ചുകൊണ്ട് മതം മാറ്റിക്കൊണ്ട് അവരെ കമലാ സുരയ്യയാക്കി മാറ്റിയത്. സുരയ്യ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രഭാത നക്ഷത്രം എന്നാണ്. അവരുടെ കൂട്ടത്തിൽ ഇത്രയും ലൈം ലൈറ്റിൽ നിന്നിരിക്കുന്ന ഒരാളെ മതപരിവർത്തനത്തിൽ കൂടി ഇസ്ലാമികവൽക്കരിച്ചതിന്റെ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ഇന്നും ഈ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു മുസ്ലിം ലീഗിന്റെ MP ആയിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ പേരുൾപ്പെടെ എനിക്ക് പറയുന്നതിന് യാതൊരു മടിയുമില്ല. അബ്ദുൾ സമദ് സമദാനി എന്ന് പറയുന്ന വ്യക്തിയാണ് അതിന്റെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിച്ചതും ഈ മാധവിക്കുട്ടിയെ അതിന്റെ ഇരയാക്കി മാറ്റിയെന്നും എല്ലാ രേഖകളും ഉണ്ട്. നിങ്ങളൊക്കെ പത്രപ്രവർത്തകരാണല്ലോ. കേരളത്തില് ഒരൊറ്റ വനിതാ പത്രപ്രവർത്തക മാത്രമേ ഉള്ളൂ ഒരു പത്രത്തിന്റെ പത്രാധിപയായി പ്രവർത്തിച്ചിട്ടുള്ളൂ. ആരാണെന്നറിയാമല്ലോ? ലീലാ മേനോൻ. ലീലാ മേനോന് കൃത്യമായ രീതിയിൽ ജന്മഭൂമി പത്രത്തിലെ പത്രാധിപരായിരുന്ന കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട സർവ്വ ചരിത്രങ്ങളും എഴുതിയിരുന്നു. ഏതൊക്കെ? ഈ കമലാദാസ് എന്ന് പറയുന്ന ഒരാൾ നല്ല സാഹിത്യകാരിയാണ്, വളരെ ലോലഹൃദയായ ഒരു വ്യക്തിയായിരുന്നു. അവർ സ്നേഹം കൊതിക്കുകയും സ്നേഹം ആഗ്രഹിക്കുകയും ചെയ്ത സമയത്ത് അവിടേക്ക് കടന്നു ചെന്ന ഈ ഞാൻ പറഞ്ഞ രാഷ്ട്രീയ നേതാവ് അവരുടെ ആ സ്നേഹം കിട്ടണമെന്നുള്ള ആഗ്രഹത്തെ ചൂഷണം ചെയ്യുകയായിരുന്നു.
ആ ചൂഷണത്തിന്റെ മറവിൽ അവരെയും ചൂഷണം ചെയ്ത് അവരിലേക്ക് ഞാൻ വിവാഹം കഴിച്ചുകൊള്ളാം, ഞങ്ങളുടെ മതത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചതിന് ശേഷം ഇവരെ മതപരിവർത്തനം ചെയ്ത ശേഷം ഒരു വഞ്ചനയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ട് ഏതെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് അയാൾ പിന്മാറുകയാണ് ഉണ്ടായത്. മതം മാറിയ സമയത്ത് എത്രയോ VIP-കളാണ് മരിച്ചുപോയി കൊച്ചിൻ ഹനീഫ ഉൾപ്പെടെയുള്ള ആൾക്കാര് ഈ കമലാസുരയുടെ ഫ്ലാറ്റ് സന്ദർശിക്കാൻ പോയി. ഇതൊരു മതപരിവർത്തനമല്ലേ? ആ സ്ത്രീയെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നില്ലേ? കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ലവ് ജിഹാദിന്റെ ഇര എന്ന് പറയുന്നത് ഈ മാധവിക്കുട്ടി എന്ന് പറയുന്ന കമലാ സുരയ്യ തന്നെയായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കാര്യം കൂടെ പറയുമ്പോൾ എത്രമാത്രമാണ് ഇസ്ലാമിക വിഭാഗത്തിലെ ചില ആൾക്കാർ ഇവരുടെ ഈ മതപരിവർത്തനത്തിനെ കണ്ടത് എന്ന് മനസ്സിലാക്കുമ്പോൾ, കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തെക്കോട്ട് കുറച്ചു ദൂരം ചെല്ലുമ്പോൾ ആ റെയിൽവേ ട്രാക്കിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു മസ്ജിദ് കാണാം. ആ മസ്ജിദിന്റെ പേര് കമലാ സുരയ്യ മസ്ജിദ് എന്നാണ്. കമലാ സുരയ്യ മസ്ജിദ്. ലോകത്ത് എനിക്കറിയില്ല, എന്റെ അജ്ഞതയാണെങ്കിൽ തിരുത്തണം, സ്ത്രീകളുടെ പേര്, സ്ത്രീകൾക്ക് വലിയ സ്വാതന്ത്ര്യമുള്ള മതമൊന്നുമല്ല ഇസ്ലാം മതം. ഇസ്ലാമിക സങ്കല്പം അനുസരിച്ചുകൊണ്ട് സ്ത്രീകള് പുരുഷന്മാർക്ക് തുല്യമേ അല്ല. ഒരു ഇസ്ലാമികയായിട്ടുള്ള ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വനിതയുടെയും പേരിൽ ലോകത്ത് എവിടെങ്കിലും ഒരു ഇസ്ലാമിക പള്ളി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറുമാണ്. പക്ഷെ കേരളത്തിൽ അപ്രകാരം കമലാ സുരയ്യ മസ്ജിദ് എന്ന പേരില് അവിടെ ഒരു പള്ളി ഉണ്ട് എന്നുള്ളത് കേരള സമൂഹത്തിലെ എത്ര പേര് അറിഞ്ഞിട്ടുണ്ട് എന്ന് അറിയത്തില്ല. അത് മാത്രമല്ല, ആ കമലാ സുരയ്യ മസ്ജിദിനോട് ചേർന്ന് ലത്തീഫിയ ഹിഫ്സുൽ ഖുറാൻ കോളേജും പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമാണ്. ഇന്നും അവിടെ ചെന്നാൽ ആ ബോർഡ് കാണാൻ സാധിക്കും. അന്നേരം താജ്മഹൽ എന്ന് പറയുന്ന ഉദാത്ത പ്രേമത്തിന്റെ ഒരു ശില്പം പോലെ അവിടെ നിൽക്കുമ്പോൾ ലവ് ജിഹാദിന്റെ ഉദാത്തമായിട്ടുള്ള ഒരു ശില്പമായിട്ട് ഈ ലോകത്ത് ഏതെങ്കിലും ഒന്നുണ്ട് എങ്കിൽ അതിന്റെ പേരാണ് കമലാ സുരയ്യ മസ്ജിദ് കൊല്ലം. നിങ്ങൾ നോക്കിക്കോളൂ, ഫോട്ടോ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഈ മതപരിവർത്തനത്തിന് വേണ്ടി പ്രേമത്തിന്റെ ഭാഷയിൽ പെൺകുട്ടികളെ വശീകരിച്ചുകൊണ്ട് മതപരിവർത്തനം ചെയ്തതിന്റെ ആദ്യ ഏറ്റവും വലിയ ഇരയായിട്ടുള്ള കമലാ സുരയ്യയുടെ പേരിൽ ഇസ്ലാമിക വിഭാഗം ഒരു മസ്ജിദ് നടത്തൂ എന്ന് പറയുമ്പോൾ അവർ എത്രമാത്രം ഇക്കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ കൂടി ഇത്തരത്തിൽ കമലാ സുരയ്യ മതം മാറി മറ്റൊരു മതത്തിലേക്ക് പോയി എന്നിരിക്കെ അവരെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിക്കുകയായിരുന്നു എന്നൊക്കെ നമ്മൾ ഇന്ന് ഈ 2025 പറയുമ്പോഴും ഇത്തരത്തിൽ വലിയ വിദ്യാഭ്യാസമുള്ളവരെ അല്ലെങ്കിൽ എഴുത്തുകാരെ, സാംസ്കാരിക നായകരെ ഒക്കെ സ്വാധീനിക്കാൻ മാത്രം ആ മതം വിളമ്പുന്ന ഒരു തരം വിഷമുണ്ട്. അതെന്തുകൊണ്ടോ കേരള സ്റ്റോറിയെ എതിർക്കുന്നവർ അല്ലെങ്കിൽ ഇന്നും ലവ് ജിഹാദ് കേരളത്തിൽ ഇല്ല എന്ന് മുറവിളി കൂട്ടുന്നവർ ഇപ്പോഴും അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അവിടെയുള്ളിടത്താണ് കമലാ സുരയ്യയെ പോലെയുള്ളവരുടെ ഒരു ചരിത്രാവശേഷിപ്പുകൾ അല്ലെങ്കിൽ ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞുകൊണ്ട് പലരും സാർ ഉൾപ്പെടെ രംഗത്ത് വരുന്നതും. എത്രത്തോളം ഇത് നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു വിഷയത്തെ സ്വാധീനിക്കാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഞാൻ തുറന്നു പറച്ചിൽ നടത്തുന്നതിൽ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഇത്രയധികം സംഭവങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഇന്ന് പോലും മനോരമ പത്രത്തിൽ ഒരു കാർ അപകടത്തിന്റെ വാർത്തയുണ്ട്. ഒരു പെൺകുട്ടി നിവേദിത എന്ന ഹിന്ദു നാമമുള്ള ഒരു പെൺകുട്ടി, ഇപ്പോൾ അതിന്റെ പേര് വേറെ ഫാത്തിമ എന്നാണ്. ആ ഫാത്തിമയും വേറെ അശ്വതി എന്ന് പറയുന്നൊരു പെൺകുട്ടിയും രണ്ട് മുസ്ലിം പുരുഷന്മാരോട് യാത്ര ചെയ്തിരുന്ന ഒരു കാർ അപകടത്തിൽപ്പെട്ട് ഈ കുട്ടി ഫാത്തിമ, നിവേദിത എന്ന് പറയുന്ന ഫാത്തിമ മരണമടഞ്ഞൊരു വാർത്തയുണ്ട്. ഇന്നലെ നമ്മൾ കോതമംഗലത്തൊരു മരണ വാർത്ത കണ്ടതാണ്, ആത്മഹത്യ കണ്ടതാണ്, ഒരു ലവ് ജിഹാദിൽ ഇരയായിക്കൊണ്ട്. ഹിന്ദു മതത്തിലെ പെൺകുട്ടികളും ക്രൈസ്തവ വിഭാഗത്തിലെ പെൺകുട്ടികളും ഒന്നും തന്നെ ഈ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഇപ്പോഴും അവർ മണ്ടന്മാരാണെന്ന് തന്നെ ഞാൻ പറയുകയാണ്. ഈ പ്രകാരം നൂറുകണക്കിന് സംഭവങ്ങളും വാർത്തകളും ഈ കേരള സ്റ്റോറി പോലുള്ള ഒരു സിനിമയും പുറത്തിറങ്ങി ധാരാളം ഗ്രന്ഥങ്ങളും വന്നിട്ടും ഇവർ പഠിക്കാതെ താൽക്കാലികമായി ഉണ്ടാകുന്ന ചില പ്രണയത്തിന്റെയും പ്രലോഭനത്തിന്റെയും മറവിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ഇറങ്ങിപ്പോയിട്ട് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ. ഈ ലവ് ജിഹാദിന് ഇരയായി ആത്മഹത്യ ചെയ്ത പല പെൺകുട്ടികളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു തെളിവുണ്ട്. അവരുടെ രഹസ്യ ഭാഗങ്ങളിൽ ഈ ഇസ്ലാമിക വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പച്ച കുത്തി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവരേതെങ്കിലും തരത്തിൽ ആ വിഭാഗത്തിൽ നിന്ന് പോയാൽ പോലും സർവകാലത്തും ഒരു തെളിവ് അവശേഷിപ്പിക്കണം എന്നുള്ള ഗൂഢലക്ഷ്യവും അതിന്റെ പിന്നിലുണ്ട്. ഈ പെൺകുട്ടികളെ
ഈ ലവ് ജിഹാദിന് ഇരയായി ആത്മഹത്യ ചെയ്യുകയോ കൊല്ലപ്പെടുകയോ ചെയ്ത ധാരാളം പെൺകുട്ടികളെ പോസ്റ്റ്മോർട്ടം ചെയ്ത 1-2 പോസ്റ്റ്മോർട്ടം സർജന്മാർ അല്ലെ ഫോറൻസിക് സർജന്മാർ ഞങ്ങളോടൊക്കെ പങ്കുവച്ചിട്ടുള്ള ഒരു വിവരം കൂടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും പഠിക്കാതെ പോകുന്നു എന്നുള്ള ഒരു വലിയ ദുഃഖകരമായ സത്യം അവശേഷിക്കുന്നു. ഈ കമലാ സുരയ്യ തന്നെയും അവസാന കാലമായപ്പോഴേക്കും അനുഭവിച്ച ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള്, അവരവസാനം പൂനെയിലേക്ക് പോവുകയായിരുന്നു. പൂനെയിൽ പോയി അവർ സ്വാതന്ത്ര്യം നേടി. അതിനുശേഷം അവര് മരണമടഞ്ഞപ്പോൾ തിരിച്ച് അവരെ ഈ തട്ടമൊക്കെ ഇടിയിച്ചുകൊണ്ട് ഈ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുത്ത ചില വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ സാംസ്കാരിക മന്ത്രിയല്ലേ, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഇടതുപക്ഷ നേതാവായിരുന്ന MA ബേബിയുടെയൊക്കെ നേതൃത്വത്തിലാണ് അവരുടെ ആ ശവശരീരം ഈ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കബറടക്കം നടത്തിയത്. അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കനേഡിയൻ എഴുത്തുകാരിയുടെ ഗ്രന്ഥത്തിലും ഈ ലീലാ മേനോന്റെ ഗ്രന്ഥത്തിലുമൊക്കെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലീലാ മേനോനെ പോലെ അതിശക്തരായ മാധ്യമ പ്രവർത്തകർ, അല്ലെങ്കിൽ അനിൽ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കനേഡിയൻ എഴുത്തുകാർ, അത്തരത്തിലുള്ളവരൊക്കെ കമലാ സുരയ്യയെ പോലെ ഒരു വലിയ എഴുത്തുകാരി മതം മാറിയതിനു പിന്നിൽ, അല്ലെങ്കിൽ അവരുടെ മതം മാറ്റത്തിലൂടെ അവരെന്ത് അനുഭവിച്ചു എന്ന് കൃത്യമായി എഴുതി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് ഇങ്ങി 2025 കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ എഴുതി ചേർക്കുന്നുണ്ട്. കോതമംഗലത്ത് നിന്ന് പുറത്തു വരുന്ന ചില ആത്മഹത്യകൾ നമുക്ക് സൂചനകളും തരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ എല്ലാവരും മൗനത്തിലാണ്. ലവ് ജിഹാദ് കേരളത്തിലില്ല എന്ന് സ്ഥാപിക്കാനാണ് പലർക്കും തിടുക്കമെന്ന് വേണം കരുതാൻ. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.